ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ വീക്ക് സസ്റ്റൈനബിലിറ്റി ആൻഡ് സ്ട്രോങ് സസ്റ്റൈനബിലിറ്റി ഇവ എന്താണെന്നും ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീക്ക് സസ്റ്റൈനബിലിറ്റി ആൻഡ് സ്ട്രോങ് സസ്റ്റൈനബിലിറ്റി നമുക്കിത് എന്താണെന്ന് നോക്കാം. വീക്ക് സസ്റ്റൈനബിലിറ്റി ആൻഡ് സ്ട്രോങ് സസ്റ്റൈനബിലിറ്റി ആർ ടു കോൺട്രാസ്റ്റിംഗ് അപ്രോച്ചസ് ഇൻ എൻവയോൺമെൻറ്റൽ എക്കണോമിക്സ്. അതായത് എൻവയോൺമെൻറ്റൽ എക്കണോമിക്സിലെ രണ്ട് വൈരുദ്ധ്യങ്ങളായ രണ്ട് സമീപനങ്ങളാണ് ഇവ. ദാറ്റ് അഡ്രസ് ദ ബാലൻസ് ബിറ്റ്വീൻ എക്കണോമിക് ഗ്രോത്ത് റിസോഴ്സ് യൂസ്. അതായത് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് റിസോഴ്സ് യൂസ്, അതായത് പ്രകൃതി വിഭവങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നതെന്നും സാമ്പത്തിക വളർച്ച എങ്ങനെ ഉണ്ടാകുന്നു, എക്കണോമിക് ഗ്രോത്ത് എങ്ങനെ ഉണ്ടാകുന്നു, ഈ രണ്ട് കാര്യങ്ങളും. പിന്നെ എൻവയോൺമെൻറ്റൽ പ്രിസർവേഷൻ, അതായത് ഇങ്ങനെ സാമ്പത്തിക വളർച്ച നേടുന്നു, റിസോഴ്സ് യൂസ് ചെയ്യുന്നു, അപ്പോൾ അവിടെ എന്തും കൺസിഡർ ചെയ്യണം, പരിഗണിക്കണം. എൻവയോൺമെൻറ്റൽ പ്രിസർവേഷൻ, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബാലൻസ് ആണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, ദ ഡിസ്റ്റിങ്ഷൻ ലൈസ് ഇൻ ഹൗ ദേ വ്യൂ ദ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഇൻ നാച്ചുറൽ ക്യാപിറ്റൽ. അതായത് നാച്ചുറൽ ക്യാപിറ്റൽ, അതായത് പ്രകൃതി നമുക്ക് നൽകുന്ന ക്യാപിറ്റൽ, ഓക്കെ, പ്രകൃതി വിഭവങ്ങൾ വിത്ത് അതർ ഫോംസ് ഓഫ് ക്യാപിറ്റൽ. അതായത് ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി നമുക്ക് മറ്റ് ഫോംസ് ഓഫ് ക്യാപിറ്റലും മനുഷ്യനിർമ്മിതമായ ക്യാപിറ്റലും ഈ പ്രകൃതിനിർമ്മിതമായ അതായത് നാച്ചുറൽ ക്യാപിറ്റലും തമ്മിലുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി, അത് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ള ഒരു വ്യൂ ആണ് ഇതിൽ വരുന്നത്. അത് നമുക്ക് വീക്ക് സസ്റ്റൈനബിലിറ്റി എന്താണെന്ന് നോക്കാം. അതായത് ദിസ് അപ്രോച്ച് അസ്യൂംസ് ദാറ്റ് നാച്ചുറൽ ക്യാപിറ്റൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല നാച്ചുറൽ ക്യാപിറ്റൽ ഏതൊക്കെയാണ്. ഇപ്പോൾ റിസോഴ്സസ് ലൈക്ക് ഫോറസ്റ്റ്, വാട്ടർ, എയർ, ഇതൊക്കെ നാച്ചുറൽ ക്യാപിറ്റലാണ്. അപ്പം ഈ നാച്ചുറൽ ക്യാപിറ്റലും ആൻഡ് മാൻമെയ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ, ടെക്നോളജി, മണി, ഇപ്പോൾ റോഡ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം മാൻമെയ്ഡ് ക്യാപിറ്റലാണ്. ഓക്കെ, ഇവ രണ്ടും എന്തായിരിക്കണം, സസ്റ്റൈനബിൾ ആയിരിക്കണം. അതായത് ഒരുപാട് നാളത്തേക്ക് ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. ഓക്കെ, ഇത് രണ്ടും. അപ്പം ദ ഫോക്കസ് is on maintaining the ടോട്ടൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. ഇത് രണ്ടിൻ്റെയും ടോട്ടൽ എന്ന് പറയുമ്പോഴത്തേക്ക് നാച്ചുറൽ ആയിട്ടുള്ളതും മാൻമെയ്ഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ക്യാപിറ്റൽ. അപ്പോൾ നാച്ചുറൽ പ്ലസ് മാൻമെയ്ഡ് ഓവർ ടൈം, ഇത് ഒരുപാട് നാളത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ വീക്ക് സസ്റ്റൈനബിലിറ്റിയിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് നോക്കാം. നാച്ചുറൽ റിസോഴ്സസ് ക്യാൻ ബി ഡിപ്ലീറ്റഡ്, അതായത് നാച്ചുറൽ റിസോഴ്സസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, നശിച്ചുകൊണ്ടിരിക്കും. എത്രത്തോളം കാലം? ആസ് ലോങ് ആസ് ദേ ആർ റീപ്ലേസ്ഡ് വിത്ത് മാൻമെയ്ഡ് ആൾട്ടർനേറ്റീവ്സ്, അതായത് മാൻമെയ്ഡ് ആൾട്ടർനേറ്റീവ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്ന അത്രയും കാലം ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമാണ് ഈ പറയുന്നത് പ്ലാന്റിംഗ് ട്രീസ് ടു ഓഫ്സെറ്റ് ഡീഫോറസ്റ്റേഷൻ, അത് വനനശീകരണം തടയുന്നതിന് ചെടികൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്. ഓക്കെ, ഓർ യൂസിങ് ടെക്നോളജി ടു റീപ്ലേസ് എക്കോസിസ്റ്റം സർവീസ്, അതായത് എക്കോസിസ്റ്റം സർവീസിന് പകരമായിട്ട് ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ മാൻമെയ്ഡ് ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ഇത് വരുന്നിടത്തോളം കാലം ഈ പ്രകൃതി വിഭവങ്ങൾ നശിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇന്നൊവേഷൻ, അതായത് സാമ്പത്തിക വികസനവും കണ്ടെത്തലുകളും പുതിയ കണ്ടെത്തലുകളും ക്യാൻ കോമ്പൻസേറ്റ് ഫോർ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ. അപ്പോൾ ഇവയ്ക്കൊക്കെ എന്ത് ചെയ്യാമെന്നാണ് എൻവയോൺമെൻറ്റ്, അതായത് പരിസ്ഥിതി നശിച്ചുകൊണ്ടിരിക്കുന്നതിനെ തടയാമെന്നാണ് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത് അസ്യൂംസ് ഹ്യൂമൻ ഇൻജെന്യൂറ്റി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ സൂക്ഷ്മ ബുദ്ധിയാണ്, അതായത് മനുഷ്യൻ്റെ വൈദഗ്ധ്യം. ക്യാൻ ഓവർകം റിസോഴ്സ് സ്കേഴ്സിറ്റി, ഇതൊക്കെ എന്തിന് ഓവർകം ചെയ്യാമെന്നാണ്, വിഭവങ്ങളുടെ, അതായത് പ്രകൃതി വിഭവങ്ങളുടെ സ്കേഴ്സിറ്റി, അവയുടെ അപര്യാപ്തതയെ തരണം ചെയ്യാമെന്നാണ് ഇത് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ ക്രിറ്റിസിസംസ്, അതായത് വിമർശനങ്ങൾ നോക്കാം. അതായത് ഇഗ്നോർസ് ദ ഇൻട്രിൻസിക് വാല്യൂ, അതായത് നൈസർഗികമായ ഒരു വാല്യൂ ഉണ്ട്, അതായത് ആന്തരികമായ അല്ലെങ്കിൽ സഹജമായ ഒരു വാല്യൂ എവിടെയുണ്ട്, നാച്ചുറൽ എക്കോസിസ്റ്റത്തിനുണ്ട്. ആൻഡ് ദ പൊട്ടൻഷ്യൽ ഇറിവേഴ്സിബിലിറ്റി, ഓക്കെ, ഇതൊക്കെ ഇഗ്നോർ ചെയ്യുകയാണ്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ആ ഒരു വാല്യൂ, അതായത് ഇൻട്രിൻസിക് വാല്യൂവും പൊട്ടൻഷ്യൽ ഇറിവേഴ്സിബിലിറ്റി, അത് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടെടുക്കാൻ പറ്റത്തില്ല, അതാണ് ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓഫ് എൻവയോൺമെൻറ്റൽ ഡാമേജ്, അതായത് പ്രകൃതി നശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇതൊക്കെ ഇഗ്നോർ ചെയ്യുന്നത് ഒരു വിമർശനമാണ്. അടുത്തത് ഓവർ എസ്റ്റിമേറ്റ്സ് ദ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ക്രിട്ടിക്കൽ എക്കോസിസ്റ്റം, അതായത് അത് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന്, മാൻമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ ഡാമേജിനെ എന്ത് ചെയ്യാൻ പറ്റും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഇത് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്, അമിതമായിട്ട് ഇങ്ങനെ കണക്ക് കൂട്ടുകയാണ്. ഉദാഹരണത്തിന് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കനോട്ട് ആൾവേസ് ബി കോമ്പൻസേറ്റഡ്, അതായത് ബയോഡൈവേഴ്സിറ്റി നശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജീവ വിഭാഗം ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഏതൊരു ടെക്നോളജിക്കും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ വിമർശനങ്ങളാണ്. ഇനി നമുക്ക് സ്ട്രോങ് സസ്റ്റൈനബിലിറ്റി നോക്കാം. അതായത് ദിസ് അപ്രോച്ച് അസേർട്സ് ദാറ്റ് നാച്ചുറൽ ക്യാപിറ്റൽ ഈസ് നോൺ സബ്സ്റ്റിറ്റ്യൂട്ടബിൾ, അതായത് നാച്ചുറൽ ആയിട്ടുള്ള ക്യാപിറ്റൽ, നേരത്തെ പറഞ്ഞ പ്രകൃതി വിഭവങ്ങൾ നോൺ സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആണ്, അത് ഒന്നുകൊണ്ടും നമുക്ക് പകരം വയ്ക്കാനാവില്ല. ആൻഡ് മസ്റ്റ് ബി പ്രിസർവ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് മാൻമെയ്ഡ് ക്യാപിറ്റൽ, അതായത് ആൻഡ് മസ്റ്റ് ബി പ്രിസർവ്ഡ്, അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മാൻമെയ്ഡ് ക്യാപിറ്റൽ കൊണ്ട് അത് പ്രിസർവ് ചെയ്യുകയാണ് നോക്കേണ്ടത്, അത് റീപ്ലേസ് ചെയ്യുകയല്ല. അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദ ഫോക്കസ് ഈസ് ഓൺ മെയിൻറ്റെയിനിങ് ദ സ്റ്റോക്ക് ഓഫ് നാച്ചുറൽ ക്യാപിറ്റൽ, അതായത് ഇതിൻ്റെ ഫോക്കസ് നാച്ചുറൽ ക്യാപിറ്റലിൻ്റെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓവർ ടൈം
ടു എൻഷുർ എക്കോളജിക്കൽ ഇൻറ്റഗ്രിറ്റി, അതായത് പ്രകൃതിക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു സ്വഭാവ ദാർഢ്യമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആർജവമുണ്ട്, ഒരു ധർമ്മനീതിയുണ്ട്, അതിനെ പരിപാലിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് ഇത് പറയുന്നത്. ആൻഡ് ഇൻ്റർ ജനറേഷണൽ ഇക്വിറ്റി, അതായത് ഇൻ്റർ ജനറേഷണൽ ഇക്വിറ്റി ഉണ്ട്, അതായത് ഒരു തലമുറയിൽ നിന്ന് മറ്റു തലമുറയിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു പ്രജനനം അതൊക്കെ സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് ഇത് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് നോക്കാം. സർട്ടൺ നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് എക്കോസിസ്റ്റംസ് ആർ ഇർറീപ്ലേസബിൾ ആൻഡ് ഷുഡ് നോട്ട് ബി ഡീഗ്രേഡഡ്, അതായത് ചില നാച്ചുറൽ റിസോഴ്സസ് എന്താണ്, അത് ഇർറീപ്ലേസബിൾ ആണ്, അത് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തതാണ്, അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ല, നശിച്ചു പോകാൻ പാടില്ല. ഉദാഹരണം ക്ലീൻ എയർ, ബയോഡൈവേഴ്സിറ്റി, അതായത് ശുദ്ധവായുവും ബയോഡൈവേഴ്സിറ്റിയൊക്കെ അത് ഡിപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റത്തില്ല. ഓക്കെ, അത് ഇതിൻ്റെ ഒരു കീ ഫീച്ചറാണ്. അടുത്തത് എംഫസൈസ്, അതായത് ഇത് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ദ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ, അതായത് പ്രിക്കോഷൻ, ഒരു മുൻകരുതലായിട്ട് ടു അവോയ്ഡ് ക്രോസിങ് എക്കോളജിക്കൽ ത്രഷോൾഡ്, അതായത് ത്രഷോൾഡ് വെച്ചാൽ ഒരു അതിർവരമ്പ് ഓർ ടിപ്പിംഗ് പോയിന്റ് അഥവാ ത്രഷോൾഡ് രണ്ടും ഒന്നാണ്. അത് അതിർവരമ്പുകൾ ഭേദിക്കുന്നത്, അതായത് ഇതിന് അതിർവരമ്പ് ഭേദിക്കാതെ ഒരു മുൻകരുതൽ എടുക്കുന്നതിനെക്കുറിച്ച് ഇത് ഊന്നൽ കൊടുക്കുന്നുണ്ട്. അടുത്തത് അഡ്വക്കേറ്റ്സ്, ഇത് വാദിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ കൺസേർവിങ് റിസോഴ്സസ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ, അതായത് ഫ്യൂച്ചർ ജനറേഷൻ, ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് റിസോഴ്സസ് കൺസേർവ് ചെയ്യുന്നത്, സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത ഇത് പറയുന്നുണ്ട്. ഈവൻ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ഷോർട്ട് ടൈം എക്കണോമിക് ഗെയിൻസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഷോർട്ട് ടൈം എക്കണോമിക് ഗെയിൻസ് അവോയ്ഡ് ചെയ്തിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യണം, അതായത് താൽക്കാലികമായിട്ടുള്ള എക്കണോമിക് ഗെയിൻസ് അവോയ്ഡ് ചെയ്തിട്ട് പോലും നമ്മൾ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് ഈ റിസോഴ്സ് പ്രിസർവ് ചെയ്യണം, കൺസേർവ് ചെയ്യണം എന്നാണ് ഇത് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്രിറ്റിസിസം നോക്കാം. അതിൽ ഒന്നാമത് മേ ഇമ്പോസ് കൺസ്ട്രെയിൻസ്, അതായത് നിബന്ധനകൾ വെക്കുകയാണ് ഏതിനെ, ഓൺ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, എക്കണോമിക് ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഇത് ചില നിബന്ധനകൾ വയ്ക്കുന്നു, അത് ഒരു പോരായ്മയാണ്. അടുത്തത് ഡിഫിക്കൽട്ട് ടു ഡിറ്റർമൈൻ വിച്ച് റിസോഴ്സസ് ഓർ എക്കോസിസ്റ്റംസ് ആർ ട്രൂലി നോൺ സബ്സ്റ്റിറ്റ്യൂട്ടബിൾ, അതായത് പകരം വയ്ക്കാനാവാത്തത് ഏതാണ് എന്ന് തീരുമാനിക്കുന്നത്, ഏതാണ് പകരം വയ്ക്കാനാവാത്തതെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് വളരെ കഷ്ടമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കീ ഡിഫറൻസ് നോക്കാം. അതിൽ ആദ്യത്തെ കോളത്തിൽ ആസ്പെക്ട്സ് എന്തിലൊക്കെയാണ് ഡിഫറൻസ് കണ്ടെത്തുന്നതെന്നും അടുത്ത രണ്ടെണ്ണം വീക്ക് ആൻഡ് സ്ട്രോങ് സസ്റ്റൈനബിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ആസ്പെക്ട് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി, അത് പകരം വയ്ക്കാവുന്ന കാര്യത്തിൽ വീക്ക് സസ്റ്റൈനബിലിറ്റിയിൽ വരുമ്പോഴത്തേക്ക് നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് ക്യാപിറ്റൽ ആർ സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആണ്. എന്നാൽ സ്ട്രോങ് സസ്റ്റൈനബിലിറ്റി വരുമ്പോഴത്തേക്ക് നാച്ചുറൽ ക്യാപിറ്റൽ ഈസ് നോൺ സബ്സ്റ്റിറ്റ്യൂട്ടബിൾ, അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇത് ഫോക്കസ് ചെയ്യുന്നതാണ്, വീക്ക് സസ്റ്റൈനബിലിറ്റി ഫോക്കസ് ചെയ്യുന്നത് ടോട്ടൽ ക്യാപിറ്റൽ സ്റ്റോക്കിലാണ്. എന്നാൽ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിലോ പ്രിസർവിങ് നാച്ചുറൽ ക്യാപിറ്റലാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എക്കണോമിക് ഗ്രോത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് വീക്ക് സസ്റ്റൈനബിലിറ്റി ക്യാൻ കണ്ടിന്യൂ വിത്ത് ടെക്നോളജിക്കൽ പ്രോഗ്രസ്, എന്ത് ചെയ്യാം, ടെക്നോളജിക്കൽ പ്രോഗ്രസ്സുമായിട്ട് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ സ്ട്രോങ് സസ്റ്റൈനബിലിറ്റി വരുമ്പോഴത്തേക്ക് മസ്റ്റ് റെസ്പെക്റ്റ് എക്കോളജിക്കൽ ലിമിറ്റ്സ്, എക്കോളജിക്കൽ ലിമിറ്റ് അതെന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. അങ്ങനെ അത് ടെക്നോളജിക്കൽ പ്രോഗ്രസ്സുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എക്കോളജിക്കൽ ലിമിറ്റിലാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അടുത്തത് എൻവയോൺമെൻറ്റൽ ലിമിറ്റിൻ്റെ വരുമ്പോഴത്തേക്ക് ലെസ് എംഫസൈസ്ഡ് ആണ്, അത് കൂടുതലായിട്ടും എൻവയോൺമെൻറ്റ് ലിമിറ്റിൽ എംഫസൈസ് ചെയ്യുന്നില്ല. മറ്റൊരാണെന്നുണ്ടെങ്കിലോ സ്ട്രോങ് സസ്റ്റൈനബിലിറ്റി ആണെങ്കിലോ എംഫസൈസ്ഡ്, കൂടുതൽ എൻവയോൺമെൻറ്റ് ലിമിറ്റിൽ അത് എംഫസൈസ് ചെയ്യുന്നു. എക്സാമ്പിൾ പ്ലാനറ്ററി ബൗണ്ടറീസ്, ഓരോ ബൗണ്ടറീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, അതിലൊക്കെ ഫോക്കസ് ചെയ്യുകയാണ്, ആ നിബന്ധനകളിൽ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കാം. അതിൽ ഒന്നാമത്തത് വീക്ക് സസ്റ്റൈനബിലിറ്റിയാണ്. അതായത് ഇതിൻ്റെ എക്സാമ്പിൾ റീപ്ലേസിങ് എ ഫോറസ്റ്റ് വിത്ത് എ സോളാർ ഫാം, അതായത് ഒരു ഫോറസ്റ്റ് എല്ലാം നികത്തിയിട്ട് അവിടെ ഒരു സോളാർ ഫാം കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണ്. എന്നിട്ട് അവർ ആർഗ്യൂയിങ് ദാറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് റിന്യൂവബിൾ എനർജി, അപ്പോൾ സോളാർ ഫാം എന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ എനർജി ആണല്ലോ, അപ്പോൾ ഓഫ്സെറ്റ് ദ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, അപ്പം ആ നശിച്ചുപോയ ആ മരങ്ങൾക്ക് അതിന് പകരം വയ്ക്കാൻ ഈ ടെക്നോളജിക്ക് ആകുമെന്ന് വാദിക്കുന്നത്. അതാണ് വീക്ക് സസ്റ്റൈനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ സ്ട്രോങ് സസ്റ്റൈനബിലിറ്റി ആണെങ്കിലോ പ്രൊട്ടക്റ്റിംഗ് ദ ഫോറസ്റ്റ്, ബിക്കോസ് അത് ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, നേരെ മറിച്ച് അത് കട്ട് ചെയ്തിട്ട് സോളാർ പാനൽ കൊണ്ട് വെക്കുകയല്ല. ബിക്കോസ് ഇറ്റ്സ് എക്കോസിസ്റ്റം സർവീസസ് ലൈക്ക് കാർബൺ സീക്വിസ്ട്രേഷൻ, അതായത് കാർബൺ വലിച്ചെടുക്കാനുള്ള ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഒരു കഴിവുണ്ട്, അതായത് ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാനുള്ള എക്കോസിസ്റ്റത്തിൻ്റെ ഒരു കഴിവുണ്ട്. ആൻഡ് ബയോഡൈവേഴ്സിറ്റി ആർ ഇർറീപ്ലേസബിൾ, അതൊന്നും പകരം വയ്ക്കാനാവാത്തതാണ് എന്നാണ് ഇതിൻ്റെ വാദം, സ്ട്രോങ് സസ്റ്റൈനബിലിറ്റിയുടെ വാദം. ഓക്കെ, ബോത്ത് അപ്രോച്ചസ് എയിം ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതായത് രണ്ട് അപ്രോച്ചുകളും എയിം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ബട്ട് differ in how they prioritize economic and environmental consideration. അവർ എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ കൺസിഡറേഷൻ, അതായത് പ്രകൃതിയെ പരിഗണിക്കുന്നതും അല്ലെന്നുണ്ടെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നതിലും എങ്ങനെ അവർ ഏതിൽ മുൻഗണന കൊടുക്കുന്നു, ഇതിലാണ് ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.